കവിയും ഗാനരചയിതാവുമായ പൂവച്ചൽ ഖാദർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 4 വർഷം തികഞ്ഞു. അദ്ദേഹത്തിന്റെ ചരമദിനത്തോടനുബന്ധിച്ച് തിരുമല ബാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. മന്ത്രി വി ശിവൻകുട്ടി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പൂവച്ചൽ ഖാദറിൻ്റെ 4ാം വാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ നമുക്കൊരുമിച്ച് കൂടാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. പൂവച്ചൽ ഖാദർ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഒരുപാട് മനോഹര ഗാനങ്ങളും ഹൃദയസ്പർശിയായ കവിതകളും നിറയും. പൂവച്ചൽ ഖാദർ കേവലം ഒരു ഗാനരചയിതാവ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു കവിയായിരുന്നു, ഒരു ചിന്തകനായിരുന്നു. മലയാള സാഹിത്യത്തിലും സംഗീതത്തിലും നിസ്തൂലമായ സംഭാവനകൾ നൽകിയ ഒരു അതുല്യ പ്രതിഭയായി. അനുസ്മരണ പ്രഭാഷണം പ്രശസ്ത കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ നിർവഹിച്ചു. പൂനിലാവ് പൊഴിയും പോലെ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും പൂവച്ചൽ ഖാദറിനെ ചിന്തിക്കുമ്പോൾ, അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ എനിക്ക് നിറഞ്ഞ നിലാവിനെയും തുമ്പപ്പൂവിനെയുമാണ് ഓർമ്മ വരുന്നത്. ആരോടും പരിഭവമില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, സ്നേഹം മാത്രമായിട്ട് എല്ലാ മനുഷ്യരിലേക്കും എങ്ങനെ ഒഴുകിച്ചെല്ലാം എന്ന് ഏതൊരാൾ പഠിപ്പിക്കുന്നുവോ അവനാണ് മഹാത്മാവ്. കവിതാ രചനാ മത്സരത്തിൽ വിജയികളായവർക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ MLA പൂവച്ചൽ ജംഗ്ഷനിൽ ഇറങ്ങിയാൽ ഒരു ചെറിയ കുടയുമായി സാർ നടന്നു പോകുന്നത് കണ്ടാൽ രണ്ടാമതൊന്ന് നോക്കിയാലേ ഇത് പൂവച്ചൽ ഖാദർ സാറാണെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയും. അത്രയും ഒതുങ്ങിയാണ് മനുഷ്യൻ സ്വന്തം ഭവനത്തിലേക്ക് നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. UM നഹാസ് തുടങ്ങി മറ്റു നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. അനുസ്മരണ സമ്മേളനത്തിന് ശേഷം പൂവച്ചൽ ഖാദർ രചിച്ച സിനിമാ ലളിതഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനാഞ്ജലിയും നടന്നു.